കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വംശീയ പരാമർശങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുള്ളത്. വിവിധ സംഘടനാ പാർട്ടി നേതാക്കൾ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതിഷേധിച്ചു. അതിൽ CPM സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വേറിട്ട് നിൽക്കുന്നതായിരുന്നു. വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറയാതെയുള്ള ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനം പൊതുസമൂഹത്തിൽ നിന്നും മാത്രമല്ല പാർട്ടി പക്ഷപാതികളിൽ നിന്നും ഉണ്ടായി. KT കുഞ്ഞിക്കണ്ണനെ പോലുള്ളവർ പാർട്ടിയെ പേരെടുത്ത് പറയാതെ ഗുരുദർശനം ഓർമ്മിപ്പിച്ചു. അശോകൻ പേരിനെ പോലെയുള്ളവർ ചില കഥകൾ ഓർത്തെടുത്തെഴുതി വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറയാത്തതിനെ വിമർശിച്ചു. മാധ്യമപ്രവർത്തകൻ KJ ജേക്കബിനെ പോലുള്ളവരും ഉണ്ടായിരുന്നു. നമസ്കാരം. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് കുട്ടി. എന്തുകൊണ്ടായിരിക്കും വിപ്ലവ് പാർട്ടിയുടെ പ്രസ്താവനയിൽ CPM വെള്ളാപ്പള്ളിയെ പേരെടുത്ത് വിമർശിക്കാതിരുന്നതെന്ന് ആലോചിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രധാനമാണ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ യുക്തിയുടെയും കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന ഇസ്ലാമോഫോബിയയുടെയും പശ്ചാത്തലത്തിൽ വേണം ഇത് പരിശോധിക്കേണ്ടത്. ഒപ്പം അവർണർക്കിടയിൽ, പ്രത്യേകിച്ച് ഈഴവർക്കിടയിൽ വേരൂടുന്ന ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ യുക്തികളെയും പരിശോധന വിധേയമാക്കേണ്ടതല്ലേ? കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും CPM നേരിട്ടത് ഇസ്ലാമോഫോബിക് യുക്തികൾ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം. പൊതു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, 2 ഉപതെരഞ്ഞെടുപ്പുകളിലും CPMൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളിൽ പ്രധാനം ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിക് പ്രചാരണങ്ങളായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മുൻനിർത്തിയായിരുന്നു അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മുസ്ലിം ഉള്ളടക്കമുള്ള മിക്കവാറും പാർട്ടികൾ നിലവിൽ CPMനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. പലരും എതിർപക്ഷത്ത് ചേക്കേറി കഴിഞ്ഞിട്ടുമുണ്ട്. ഏതാനും ചില സംഘടനകൾ മാത്രമാണ് CPMന് പക്ഷത്ത് അവശേഷിക്കുന്നത്. മുസ്ലിങ്ങളിലെ ഭൂരിഭാഗം സംഘടനകളുടെയും പിന്തുണ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, തങ്ങളെ പിന്തുണച്ചിരുന്ന അവർണ വിഭാഗങ്ങളിലെ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നുവെന്നുകൂടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPM മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ CPMൻ്റെ മുന്നിൽ 2 സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. മുസ്ലിം ജനസമൂഹത്തിൻ്റെ വോട്ടുകൾ ലഭിക്കാൻ ലീഗിനെ പോലുള്ള പാർട്ടികളുമായി മത്സരിക്കണോ, അതോ ഹിന്ദു വോട്ടുകൾ നേടിയെടുക്കാൻ സംഘപരിവാറുമായി മത്സരിക്കണോ? രാജ്യത്ത് നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ സംഘപരിവാറുമായി മത്സരിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇസ്ലാമോഫോബിയയിൽ മുഖമൊളിപ്പിക്കുന്നത്. കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. സവർണ വോട്ടുകൾ ഭൂരിഭാഗവും BJPയുടെ പെട്ടിയിലാണ് വീണിട്ടുള്ളത്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ വ്യാപ്തി കൂടാനേ ഇടയുള്ളത്. പിന്നെയുള്ളത് പിന്നാക്ക ദലിത് വോട്ടുകളാണ്. ഇതിൽ ദലിത് വോട്ടുകളിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇന്നും സംഘപരിവാറിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പല കണക്കുകളും വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ദലിത് ബുദ്ധിജീവികൾ മാത്രമല്ല, സമുദായ നേതൃത്വങ്ങളും ഇന്നും ഹിന്ദുത്വത്തിൻ്റെ കടുത്ത വിമർശകരാണ്. ഉദാഹരണം KPMSഉം പുന്നല ശ്രീകുമാറും. ഈ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയും അതിനോടുള്ള CPMൻ്റെ പ്രതികരണത്തെയും കാണേണ്ടത്. ഘടനാപരമായി ബ്രാഹ്മണിസത്തിന് പുറത്താണ് പിന്നോക്കക്കാരുടെ സ്ഥാനമെന്നത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമോഫോബിയയുടെ രാഷ്ട്രീയം പിന്നാക്കക്കാരിൽ സജീവമാണ്. സ്വന്തം താല്പര്യങ്ങൾ കളഞ്ഞുകൊളിച്ചുപോലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ഉയർത്തുന്നതിൽ അവർ ബദ്ധ ശ്രദ്ധരുമാണ്. CPMൻ്റെ പ്രസ്താവന പ്രധാനപ്പെട്ട ഒരു കള്ളം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഈഴവ ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളാണ് തൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിച്ചതെന്നാണ് ആ കള്ളം. അതിൻ്റെ ഭാഷയോടാണ് തങ്ങൾക്ക് എതിർപ്പെന്നും പ്രസ്താവന പറയുന്നു. യഥാർത്ഥത്തിൽ അതൊരു കള്ളമാണ്. തീർച്ചയായും വെള്ളാപ്പള്ളിയിൽ ചില സങ്കീർണതകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നുവെന്നും സുകുമാരൻ നായർ വിമർശിക്കപ്പെടാത്തിടത്ത് വെള്ളാപ്പള്ളി വിമർശിക്കപ്പെടാറുണ്ടെന്നുമുള്ള യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. കുറെ കാലമായി വെള്ളാപ്പള്ളി സമുദായ താല്പര്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. സവർണ സംവരണം പോലുള്ള അനീതികൾ
SNDP നേരിട്ട് എതിർത്താൽ തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആർക്കും അറിയാം. എന്നാൽ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന SNDPക്ക് അതിനുള്ള കെൽപ്പില്ല. അതിലെ അണികൾ വെള്ളാപ്പള്ളിയെ മറികടക്കാനുള്ള ആർജവം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുമില്ല. അതിനർത്ഥം SNDPയെ തള്ളണമെന്നതല്ല, ശക്തമായ ആശയ സംഘർഷങ്ങൾ SNDPയിൽ ഇനിയും ഉയർന്നു വരേണ്ടിയിരിക്കുന്നുവെന്നാണ്. ഇന്ന് വെള്ളാപ്പള്ളി സമുദായ താല്പര്യത്തിൻ്റെ മറപിടിച്ച് ഉന്നയിക്കുന്നവ വംശീയമായ വെറുപ്പ് മാത്രമാണ്. തെറ്റായ ശത്രുക്കളെയാണ് വെള്ളാപ്പള്ളി അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ഈഴവ സമുദായത്തിൻ്റെ സാധ്യതകളെ ഇരുട്ടിലാക്കിയത്? ഈഴവരുടെ അധോഗതിക്ക് പിന്നിൽ ഇടത് വലത് വ്യത്യാസമില്ലാതെ പയറ്റുന്ന സവർണപക്ഷ രാഷ്ട്രീയവും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമാണെന്ന കാര്യമാണ് വെള്ളാപ്പള്ളി മറച്ചുവെക്കുന്നത്. അതായത് യഥാർത്ഥ പ്രശ്നത്തെ ഇസ്ലാമോഫോബിക് മുഖംമൂടിയോടെ അവതരിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത്. ഈഴവ താല്പര്യമെന്ന മട്ടിൽ വെള്ളാപ്പള്ളി വിറ്റഴിക്കുന്നത് ഇസ്ലാമോഫോബിയയാണ്. ഇത് അറിഞ്ഞില്ലെന്ന് നടിക്കുകയല്ലേ CPMന്റെ പ്രസ്താവന ചെയ്യുന്നത്? നേരിട്ടുള്ള വിമർശനം ഒഴിവാക്കാൻ മാത്രം വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിൽ ശക്തനാണോ? യുക്തിപരമായി ആലോചിച്ചാൽ അല്ല എന്നതാണ് സത്യം. എന്നിട്ടും വെള്ളാപ്പള്ളി വിമർശനത്തിന് CPM മടിക്കുന്നത് എന്തിന്? വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധ വംശീയതയുടെ കേരളത്തിലെ പ്രധാന മുഖമാണ്. കേരളത്തിൽ നിന്ന് പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ CPMൽ പോലുമുണ്ട്. ദശാബ്ദങ്ങളായി BJPയും RSSും പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുക്തികളാണ് വെള്ളാപ്പള്ളിയും ഇപ്പോൾ പറയുന്നത്. വെള്ളാപ്പള്ളിയെ തള്ളുക എന്നാൽ ഈ യുക്തിയെ തള്ളുക എന്നതാണ്. അത് CPMന് സാധ്യമല്ല. ഈ പ്രസ്താവനയിൽ പോലും CPM ആ കൈയടക്കം കാണിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ തള്ളിയാൽ ഇസ്ലാമോഫോബിയയെ ഇന്ധനമാക്കി വളരുന്ന BJPക്ക് അവസരം കൊടുക്കലായിരിക്കും ഫലമെന്ന് CPM കരുതുന്നു. അതിനവർ തയ്യാറല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വെള്ളാപ്പള്ളിക്കെതിരെയുള്ള പ്രസ്താവനയിലെ മാർദ്ധവം CPMലെ ഒരു ചെറു ന്യൂനപക്ഷത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അതുപോലും സൈദ്ധാന്തിക തലത്തിലാണ് അവരെ എങ്ങനെ ഒതുക്കി നിർത്താമെന്ന് CPM നേതൃത്വത്തിന് അറിയാം. CPMന്റെ ഇസ്ലാമോഫോബിയയെ മറികടക്കാനുള്ള ആർജവമൊന്നും CPMന്റെ ആഭ്യന്തര വിമർശകർക്കില്ലെന്ന് വേണ്ടേ കരുതാൻ?